എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ആദ്യമായിട്ട്. ഇനിയും ഇതിലും മികച്ച രീതിയിൽ ഒത്തിരി ടൂർണമെൻറ്റ്സ് ഒരുപാട് ടീമുകളെ പങ്കെടുപ്പിച്ച് നടത്താൻ സാധിക്കട്ടെ. അതുപോലെ ഒരുപാട് ക്രിക്കറ്റ് താരങ്ങൾ, പുതിയ പുതിയ താരോദയങ്ങൾ ഈ ടൂർണമെൻറ്റുകളിൽ നിന്നും ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല പൂവാറുള്ള ക്രിക്കറ്റ് കളിച്ചു വരുന്ന യുവതലമുറയ്ക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ടൂർണമെൻറ്റ്സ് അവർക്ക് നല്ല നല്ല ടീമുകൾക്കെതിരെ കളിക്കാനും അതുവഴി മികച്ച പെർഫോമൻസ് പുറത്തെടുത്ത് നല്ല നല്ല ടൂർണമെൻറ്റ്സിലോട്ട് വലിയ വലിയ ടീമുകളിൽ കളിക്കാൻ അവസരം കിട്ടുകയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാരണം ഉണ്ടാവും. അപ്പോൾ എല്ലാവിധ ആശംസകളും. പിന്നെ ഗ്രൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഏതൊരു ക്രിക്കറ്റ് ഗ്രൗണ്ടും പോലെ ആർക്കും വന്ന് 6 അടിച്ച് പോകാൻ പറ്റുന്നൊരു ഗ്രൗണ്ടല്ല. ഇച്ചിരി ചലഞ്ചിങ് ആയിട്ടുള്ള ഗ്രൗണ്ടാണ്. കാറ്റിൻ്റെ ദിശ, അതുപോലെ ബോളിൻ്റെ കണ്ടീഷൻ, അതൊക്കെ നോക്കി സെൻസിബിളായിട്ട് കളിച്ചു കഴിഞ്ഞാൽ മാത്രമേ റൺസ് അടിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ 10 ഓവറിൽ 100 റൺസ് അടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നിസ്സാരമായിട്ട് അടിച്ചു പോയി. 100 റൺസ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല, ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തു പറയുന്നത്, ബൗളർമാർക്കും ബാറ്റ്സ്മാൻമാർക്കും ഈവനായിട്ടുള്ള ഒരു സാഹചര്യമുള്ളൊരു ഗ്രൗണ്ട് തന്നെയാണ്. ഞങ്ങൾ